കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയാകുന്നു. അടിസ്ഥാന സൗകര്യമൊരുക്കാതെ സ്റ്റാൻഡ് ഫീ പിരിക്കുന്നതിന് മാത്രമായി ബസ് സ്റ്റാൻഡ് മാറുന്നതായി പരാതി. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് രംഗത്ത്. 1.5 പതിറ്റാണ്ടായി ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നിലവിൽ പാലക്കാട് ബസ്സുകൾ മാത്രമേ സ്റ്റാൻഡിൽ കയറുന്നുള്ളൂ. MLA ആയിരുന്ന ഉണ്ണിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിച്ചു. എന്നാൽ നിലവിൽ യാത്രക്കാർ അസൗകര്യങ്ങളുടെ നടുവിലാണ്. മറ്റു സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടമായി ഇവിടം മാറിക്കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യവുമുണ്ട്. സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇക്കാലമത്രയും പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ സ്റ്റാൻഡ് ഫീ വാങ്ങുക എന്നത് ഖേദകരമാണെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി പറഞ്ഞു. നമ്മുടെ ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ് 1.5 പതിറ്റാണ്ടിലധികം കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് മറ്റ് അന്യവാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു പ്രദേശമായി, ഒഴിഞ്ഞ പ്രദേശമായി ഈ ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുകയാണ്. ഇതിന് അടുത്ത കാലത്ത് കഴിഞ്ഞ MLAയുടെ കാലഘട്ടത്തിൽ 17 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു ശൗചാലയം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നെല്ലാം പേര് കൊടുത്ത് വലിയ പ്രചാരം കൊടുത്ത് MLA ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അത് ഇന്നേ വരെ തുറക്കാനോ ഉപയോഗപ്പെടുത്താനോ സാധിച്ചിട്ടില്ല. ഈ സ്റ്റാൻഡ് ഫീ വാങ്ങിക്കുന്നത് തീർത്തും അന്യായമാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഈ 1.5 വ്യാഴവട്ടക്കാലമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ഉപയോഗയോഗ്യമാക്കണം എന്ന് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാംകുഴിയും ആവശ്യപ്പെട്ടു.